നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 13 സ്വാഗതം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര ലക്ഷ്യം ദുഷ്ടനിഗ്രഹവും ശിഷ്ടപരിപാലനവും ആണ്. അമ്പാടിയിലെ ഗോപകുമാരനായി വളരുമ്പോൾ ഭഗവാൻ കാട്ടിയ ഓരോ ലീലയ്ക്കും പിന്നിൽ ആഴമേറിയ തത്വചിന്തകളുണ്ട്. അതിൽ ഏറ്റവും ദൃശ്യസുന്ദരവും സന്ദേശപ്രധാനവുമായ ഒന്നാണ് കാളിയമർദ്ദനം. യമുനാ നദിയെ വിഷമുക്തമാക്കിയും മനുഷ്യന്റെ ഉള്ളിലെ വിഷമാകുന്ന അഹങ്കാരത്തെ ചവിട്ടിമെതിച്ചും ഭഗവാൻ നടത്തിയ ആ നൃത്തത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. യമുനാ നദിയുടെ ഒരു ഭാഗമായ കാളിന്തി കാളിയൻ എന്നു പേരുള്ള ഒരു സർപ്പത്തിനാൽ വിഷലിപ്തമായി തീർന്നിരുന്നു. ഏതൊരു ജീവിയും നദിക്കരയിലെത്തുമ്പോഴേക്കും കാളിയന്റെ വിഷവീര്യത്താൽ മരിച്ചു വീഴുമായിരുന്നു. സർവമാന ജീവജാലങ്ങളുടെയും സംരക്ഷണാർത്ഥം അവതരിച്ച ഭഗവാൻ കൃഷ്ണൻ കാളിന്തി നദീതീരത്ത് ചെന്ന് അടുത്തുള്ള ഒരു മരത്തിൽ കയറി അതിൽ നിന്ന് വിഷമയമായ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ട് കളിച്ചുല്ലസിക്കാൻ തുടങ്ങി. വിഷത്തിന് കാരണഭൂതനായ സർപ്പം കാളിയൻ ക്ഷണനേരം കൊണ്ട് ഭഗവാനെ ചുറ്റിവരിഞ്ഞു മുറുക്കാൻ തുടങ്ങി. ഭഗവാൻ അനങ്ങാതെ നിന്നുകൊടുത്തു. അത് കണ്ട് ഗോപാലന്മാർ ബോധം കെടുകയും പശുക്കൾ ദീനരായി തല താഴ്ത്തുകയും ചെയ്തു. ദുശ്ശകുനങ്ങൾ കണ്ട ഗ്രാമീണ സ്ത്രീകൾ തങ്ങളുടെ കണ്ണിലുണ്ണിക്കണ്ണൻ അപകടത്തിലാണെന്ന് കരുതി ഭഗവാന്റെ കാലടിപ്പാടുകൾ പിന്തുടർന്ന് നദിക്കരയിലെത്തി. നന്ദഗോപരും മറ്റു ഗോപന്മാരും വിഷജലത്തിൽ എടുത്തു ചാടാനൊരുങ്ങിയപ്പോൾ ബലരാമൻ അവരെ തടഞ്ഞു നിർത്തി. കൃഷ്ണന് തൻ്റെ കൂട്ടുകാരുടെയും പശുക്കളുടെയും മനപ്രയാസം കണ്ട് മനസ്സലിഞ്ഞു. മായാശക്തിയാൽ ഭഗവാൻ തൻ്റെ ശരീരം വികസിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ സർപ്പം ഭഗവാന്റെ മേലുള്ള പിടിവിട്ടു. എന്നിട്ട് വാലുകൊണ്ട് അടിക്കാനൊരുങ്ങി. ഭഗവാൻ പാമ്പിനു ചുറ്റും നൃത്തം വെച്ചു. ഇടിമിന്നൽ പോലുള്ള ചലനത്തെ തുടർന്ന് സർപ്പം തളർന്നു. തൻ്റെ കൈകൾ കൊണ്ട് സർപ്പത്തിന്റെ ഫണം അമർത്തി ഭഗവാൻ അതിനു മുകളിലേറി നൃത്തം ചെയ്തു. ആകാശ സംഗീതവും പെരുമ്പറയും മുഴങ്ങി. ഭഗവാന്റെ കാൽച്ചുവട്ടിൽ അമർന്ന് വിഷമിച്ച കാളിയൻ ഭഗവാൻ നാരായണനെ ധ്യാനിച്ച് ബോധമറ്റു വീണു. ഇത് കണ്ട് കാളിയന്റെ ഭാര്യമാർ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. ഈ സർപ്പത്തെ ശിക്ഷിക്കുക എന്നത് ന്യായം തന്നെ. പക്ഷേ ഇതൊരു ശിക്ഷയല്ല തന്നെ. ഇത് അദ്ദേഹത്തെ ശുദ്ധീകരിക്കുന്ന ഒരു അനുഗ്രഹം തന്നെയാണ്. ഇവിടുത്തെ ക്രോധം ഒരു അനുഗ്രഹമത്രേ. കാരണം ഞങ്ങളുടെ ഭർത്താവ് ഒരു സർപ്പമായി ജനിക്കാൻ ഇടവരുത്തിയ ആ പാപം മുഴുവൻ നശിച്ചിരിക്കുന്നു. അങ്ങയുടെ പാദമുദ്രകൾ അദ്ദേഹത്തിന്റെ ശിരസിൽ അണിയാനിടവരുന്നത് അനുഗ്രഹം തന്നെ. ഞങ്ങൾ അങ്ങയെ നമസ്കരിക്കുന്നു. എല്ലാ ജീവികളും സാത്വികരും രാജസികരും താമസഭാവമുള്ളവരും എല്ലാവരും അങ്ങിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇപ്പോൾ അങ്ങ് സാത്വികരെ സംരക്ഷിക്കാൻ ഉടലെടുത്തിരിക്കുന്നു. അവിടുത്തെ ഭൃത്യനായ അദ്ദേഹത്തോട് ക്ഷമിച്ചാലും. കാളിയനും ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഞങ്ങൾ സർപ്പങ്ങൾ ജന്മനാ വിഷമുള്ളവരും പ്രകൃത്യാ അക്രമവാസനയുള്ളവരുമാണ്. ഞങ്ങളെ പോലുള്ള ജീവികൾക്ക് പ്രകൃതിദത്തമായ സഹജഗുണത്തെ സ്വയം അതിവർത്തിക്കുക എന്നത് അസാധ്യമാണ്. അവിടുത്തേക്ക് മാത്രമേ ഈ മായയെ തരണം ചെയ്യാൻ ഞങ്ങളെ സഹായിക്കാനാകൂ. അപ്പോൾ ഭഗവാൻ കാളിയനോട് നദി വിട്ട് സമുദ്രത്തിൽ പോയി വസിക്കാൻ കൽപ്പിച്ചു. മനുഷ്യർക്കും കാലികൾക്കും ശല്യമാകാത്ത വിധം അങ്ങനെ കഴിയാമെന്ന് കാളിയൻ സമ്മതിച്ചു. അങ്ങനെ നദി ശുദ്ധമാവുകയും ജനങ്ങൾക്കും കന്നുകാലികൾക്കും സന്തോഷമാവുകയും ചെയ്തു. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം ഇതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ കാളിയൻ എന്ന അഹങ്കാരമുണ്ട്. അസൂയയും ദേഷ്യവുമാകുന്ന വിഷം നമ്മുടെ മനസ്സാകുന്ന യമുനയെ മലിനമാക്കുന്നു. ഭഗവാനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന് നൃത്തം ചെയ്യാൻ ഇടം നൽകുകയും ചെയ്താൽ നമ്മുടെ ഉള്ളിലെ വിഷത്തെ പുറന്തള്ളി മനസ്സിനെ ശുദ്ധീകരിക്കാൻ ഭഗവാന് സാധിക്കും. പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന വലിയൊരു പാഠവും ഈ കഥ നമുക്ക് നൽകുന്നു. ഈ പുണ്യകഥ കേൾക്കാൻ ഇടയായ എല്ലാവരിലും ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.